പോലീസിലെ ക്രിമിനലുകൾക്കെതിരെ PV അൻവർ MLA എറിഞ്ഞ ബോംബ് CPM-ന്റെ അടിത്തറയിലേക്കാണ് ചെന്നു പതിക്കുന്നത്. സ്വർണ്ണക്കടത്തുൾപ്പെടെ മാഫിയ പ്രവർത്തനങ്ങൾ ആരോപിച്ച് അൻവർ പ്രതിസ്ഥാനത്ത് നിർത്തിയത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ ADGP MR അജിത് കുമാറിനെയാണ്. ADGP-യുടെ RSS നേതൃസന്ദർശനങ്ങൾ പുറത്തു വന്നതോടെ CPM-ന് ഉത്തരം മുട്ടി. പാർട്ടിയും സർക്കാരും രണ്ടു വഴിക്കെന്ന സന്ദേശമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകൾ നൽകുന്നത്. മാധ്യമങ്ങളുടെ സംശയം പാർട്ടിക്കുമുണ്ടെന്ന് ഗോവിന്ദൻ. ADGP-യെക്കുറിച്ച് സർക്കാരാണ് മറുപടി പറയേണ്ടതെന്നും ഗോവിന്ദൻ. തൃശൂർ പൂരം കലക്കുന്നതിലടക്കം ഇടപെട്ടെന്നാരോപിച്ച് ADGP-യെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ സന്ദർഭത്തിലാണ് RSS നേതാവ് ദത്താത്രേയ ഹൊസബലയുമായി ADGP നടത്തിയ കൂടിക്കാഴ്ച വിവാദമായത്. കൂടിക്കാഴ്ച ADGP സമ്മതിക്കുക കൂടി ചെയ്തതോടെ CPM-ഉം സർക്കാരും വെട്ടിയായി. മറ്റൊരു RSS നേതാവ് രാം മാധവുമായും ADGP കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം കൂടി പുറത്തു വന്നതോടെ വിവാദം പൂർണ്ണമായും ADGP-യുടെ RSS നേതൃ സന്ദർശനങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യയശാസ്ത്ര എതിരാളിയാണ് RSS. ഈ ഘട്ടത്തിലും MR അജിത് കുമാറിന് മുഖ്യമന്ത്രി നൽകുന്ന സംരക്ഷണം ADGP-യുടെ RSS നേതൃ സന്ദർശനങ്ങൾ മുഖ്യമന്ത്രിയുടെ ദൂതുമായാണെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് കരുത്താവുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ റഡാറിലുള്ള പിണറായി വിജയനും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ശ്രമിക്കുന്ന RSS-ഉം തമ്മിലുള്ള അന്തർധാരയിലെ പ്രധാന കണ്ണിയാണ് MR അജിത് കുമാർ എന്ന നിലയിലേക്ക് വിവാദം എത്തി നിൽക്കുകയാണ്. ഇതിനിടെ വ്യവസായി ബാലുശ്ശേരി എരമംഗലം കോക്കല്ലൂർ മാമി എന്ന 55-കാരനെ നഗരത്തിൽ നിന്ന് കാണാതായ സംഭവത്തിൽ അന്വേഷണ നടപടികൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ഇതിനു പിന്നിലും ADGP മാഫിയ കൂട്ടുകെട്ടുണ്ടെന്നാണ് അൻവർ പറയുന്നത്. CBI-ക്ക് കേസ് കൈമാറണമെന്നാവശ്യപ്പെട്ട കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇതിനിടെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. അന്വേഷണം 2 മാസം നോക്കിയ ശേഷം തുമ്പൊന്നുമില്ലെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെടാമെന്ന് മാമിയുടെ വീട്ടിലെത്തി PV അൻവർ MLA പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ 10-ന് ADGP പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടും തുമ്പൊന്നും ഉണ്ടാക്കാനായില്ല. നിലവിൽ ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണമായി പ്രതിക്കൂട്ടിലാണ്. മുഖ്യമന്ത്രി മൗനത്തിലാണ്. ആരാണ് മുഖ്യമന്ത്രിയെ മൗനിയാക്കുന്നതെന്ന ചോദ്യമാണ് ഇവിടെ ശക്തം.